കേരളത്തിൽ ഭരണവിരുദ്ധ വികാരം ഇല്ലെന്നും ഭരണ തുടർച്ച ഉണ്ടാകുമെന്നുമാണ് CPIM ജനറൽ സെക്രട്ടറി MA ബേബി 24നോട് പറഞ്ഞത്. ഒരു മുഖം കേന്ദ്രീകരിച്ചല്ല LDF പ്രചാരണം നടത്തിയത്. ന്യൂനപക്ഷ വോട്ടുകൾ എവിടെയും പോയിട്ടില്ല. തമിഴ്നാട്ടിൽ DMK സർക്കാർ തുടരുമെന്നും MA ബേബി പറഞ്ഞു. CPIM ജനറൽ സെക്രട്ടറി ശ്രീ MA ബേബിയാണ് 24നൊപ്പം ചേരുന്നത്. തമിഴ്നാട്ടിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി എത്തിയതാണ് അദ്ദേഹം. തമിഴ്നാട്ടിൽ എന്താണ് ഒരു ട്രെൻഡായി ഇപ്പോൾ കഴിഞ്ഞ യോഗങ്ങളിലൊക്കെ പറഞ്ഞു കേൾക്കുന്നത്? തമിഴ്നാട്ടിൽ DMKയുടെ നേതൃത്വത്തിലുള്ള വളരെ വിസ്തൃതമായ ഒരു കൂട്ടുകെട്ടാണ് ഫാസിസ്റ്റ് സ്വഭാവമുള്ള RSS നിയന്ത്രിക്കുന്ന BJP തമിഴ്നാട് രാഷ്ട്രീയത്തിലേക്ക് കടന്നുകൂടാൻ വളരെ താല്പര്യപൂർവ്വം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. TVKയുടെ ഒരു വരവ് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനമായി നോക്കിക്കാണേണ്ട ഒരു കാര്യം. തമിഴക വെട്ടുകഴകത്തിൻ്റെ വോട്ട് സ്പ്ലിറ്റ് ആവാനുള്ള ഒരു വളരെ സാധ്യത ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ട് എന്ന് തോന്നുന്നുണ്ട് തമിഴ്നാടിനെ സംബന്ധിച്ച്. DMK മുന്നണിക്ക് ഈ വിജയിയുടെ പാർട്ടിയുടെ കടന്നുവരവ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമെന്ന് തോന്നുന്നില്ല. DMKക്കെതിരായിട്ട് BJPയും ADMKയും കൂടെ ചേർന്നുണ്ടാക്കിയിട്ടുള്ള മുന്നണിക്ക് കിട്ടാനിടയുള്ള കുറച്ച് വോട്ടുകൾ TVK വിജയിയുടെ പാർട്ടി കൊണ്ടുപോകും എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. കേരളത്തിൽ എന്തായാലും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് പാർട്ടിയുടെ ഒരു വിലയിരുത്തൽ? കേരളത്തിൽ ഒരു ഭരണ തുടർച്ച ഉണ്ടാകും എന്ന് തന്നെയാണോ? 5 വർഷം മുമ്പ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ ചരിത്രമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ രേഖപ്പെടുത്തിയത്. പുതിയ ചരിത്രം പുതുക്കി എഴുതപ്പെടാൻ പോവുകയാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ. തുടർ ഭരണത്തിന് ഒരു തുടർച്ചയുണ്ടാവും എന്നാണ് വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോൾ ജനങ്ങളിൽ നിന്നുള്ള പ്രതികരണത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. തമിഴ്നാട്ടിലല്ല മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ആണെങ്കിലും ആദ്യഘട്ടത്തിൽ തന്നെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്ന ഒരു പതിവുണ്ട്. പക്ഷേ കേരളത്തിൽ നമുക്ക് ഒരിക്കലും അത് കണ്ടിട്ടില്ല. LDF ആണെങ്കിലും UDF ആണെങ്കിലും ഒന്നൊരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഇന്നയാളാണ്. പക്ഷേ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷം ഉന്നയിച്ച പ്രധാനപ്പെട്ട ആരോപണം ഒരു വ്യക്തി കേന്ദ്രീകൃതമായിരുന്നു ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് എന്നാണ്. അതിന് എങ്ങനെയാണ് UDFൻ്റെ നേതൃത്വം, വിശേഷിച്ച് കോൺഗ്രസിൻ്റെ നേതൃത്വം പടലപ്പിണക്കത്തിൻ്റെ വളരെ ദയനീയമായൊരു ചിത്രമാണ് അവതരിപ്പിച്ചിരുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ പരിപൂർണ്ണ യോജിപ്പുണ്ടായിരുന്നു. അതിലൊരു നേതാവിനെ പ്രൊജക്റ്റ് ചെയ്തു എന്ന് പറയുന്നത് ശരിയല്ല. ഓരോ മണ്ഡലത്തിലും സ്ഥാനാർത്ഥികളെ പ്രൊജക്റ്റ് ചെയ്തിരുന്നു. പക്ഷേ LDF ഗവൺമെൻറ്റിൻ്റെ നേട്ടങ്ങൾ വിശദീകരിക്കുമ്പോൾ ആ LDF ഗവൺമെൻറ് തലവനായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ ഓർമ്മയാണ് ഓരോരുത്തരുടെയും മനസ്സിലേക്ക് വരുന്നത്. അപ്പോൾ അതിനകത്ത് അസ്വാഭാവികമായി യാതൊന്നും തന്നെ ഇല്ല. വളരെയധികം നന്ദി. എന്തായാലും കേരളത്തിൽ ഒരു നാട്ടിൽ DMK സർക്കാർ തുടരും എന്ന് തന്നെയാണ് ശ്രീ MA ബേബി പറയുന്നത്. ശ്രീകാന്ത് ഗൗരീശപട്ടത്തിനൊപ്പം ചെന്നൈയിൽ നിന്ന് മനേഷ് മൂർത്തി, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.